സത്യങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയാൻ മടിയില്ലാതിരുന്ന യഥാർത്ഥ സാംസ്കാരിക നായകനായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അധ്യാപകനും പ്രഭാഷകനും വിമർശകനും എഴുത്തുകാരനുമായ ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷം തികയുകയാണ്. അഭിപ്രായങ്ങൾ പറയാൻ എപ്പോഴും തയ്യാറായ ഒരു ശബ്ദം, അതായിരുന്നു സുകുമാർ അഴീക്കോടിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. കണ്ണൂരിലാണ് ജനനമെങ്കിലും അഴീക്കോട് മാഷിന്റെ കർമ്മമണ്ഡലം സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂരിന്റെ കലാസാംസ്കാരിക വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ജന്മദേശത്തേക്കാൾ തൃശ്ശൂരിനെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ അന്ത്യവും തൃശ്ശൂരിൽ തന്നെയായിരുന്നു. രാഷ്ട്രീയ വിമർശനം, പ്രഭാഷണം, സാംസ്കാരിക ഇടപെടൽ തുടങ്ങി അഴീക്കോട് മാഷ് എത്തിപ്പെടാത്ത മേഖലകൾ ഇല്ലെന്ന് തന്നെ പറയാം. മലബാറിലെ ജാതിവിരുദ്ധ സമരങ്ങളുടെയും ചൂഷണങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുടെയും ശബ്ദമായിരുന്ന വാഗ്ഭടാനന്ദനായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. ഗാന്ധിസത്തിൽ വിശ്വസിക്കുമ്പോഴും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തിയ അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയ്ക്കപ്പുറം ഒരു പ്രഭാഷകൻ എന്ന നിലയിലാണ് ശോഭിച്ചത്. കേൾവിക്കാരെ വശീകരിച്ച് കൂടെ നിർത്തുന്ന മാഷിന്റെ പ്രഭാഷണ ശൈലി ഒന്ന് വേറെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിശിത വിമർശനം പലരെയും പൊള്ളിച്ചിട്ടുമുണ്ട്. തന്റെ അഭിപ്രായം ഒരു മറയുമില്ലാതെ വെട്ടിത്തുറന്നു പറയാൻ ഒരു മടിയും കാട്ടാത്ത പ്രാസംഗികനായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളും നഗരങ്ങളും മാഷിന്റെ ശബ്ദം കാതോർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. രമണനും മലയാള കവിതയും എന്നീ കൃതികൾ മലയാളികളുടെ അതുവരെയുള്ള സാഹിത്യ സങ്കല്പങ്ങളെയാണ് കീറിമുറിച്ചത്. 35-ൽ പരം കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇതിൽ തത്വചിന്തകളെ അടിസ്ഥാനമാക്കി രചിച്ച തത്വമസി മാഷിന്റെ ചിന്താപരമായ ഔന്നത്യം വെളിപ്പെടുത്തുന്നതായിരുന്നു. TCV തൃശ്ശൂർ.